ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പറായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ടീയാണ്. ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് 2 കപ്പ് വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 ഗ്ലാസ് എടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് മസാല ചായ ഉണ്ടാക്കുന്നത്. അപ്പം അവനവൻ എടുക്കുന്നതനുസരിച്ച് നമ്മൾ വെള്ളം എടുത്താൽ മതിയായിരിക്കും. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കപ്പ് വെള്ളം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 ഏലക്കയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചതച്ചൊന്നും ഇവിടെ ഏലക്ക ചേർക്കേണ്ടത്. നമ്മൾ 3 കഷ്ണം ഏലക്ക നേരെ അങ്ങ് ചേർത്ത് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഈ മസാല നമ്മൾ ചേർക്കുന്ന മസാലയെല്ലാം ഒന്ന് പൊടിച്ച് ചേർക്കുവാണെങ്കിൽ നമ്മുടെ ഇതിന് ഓവറായിട്ട് മസാലയുടെ രുചി വരും. അപ്പം നമ്മൾ ചേർക്കുന്ന അളവെല്ലാം കറക്റ്റായിട്ടാണ് ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ 3 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3 കറുവപ്പട്ടയാണ് ചേർക്കുന്നത്. 3 ചെറിയ കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുത്താൽ മതി. 3 ചെറിയ കഷ്ണം കറിവേപ്പില ചേർക്കാം. അതിനുശേഷം നമുക്ക് 3 കുരുമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളൊന്നും ചതച്ച് ചേർക്കേണ്ട, നമ്മൾ സാധാരണ രീതിയിൽ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. 3 കുരുമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു നമുക്ക് ഇതിലേക്ക് 2 ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയൊന്നും മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് കല്ലുപയോഗിച്ചോ വല്ലതും ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി എടുത്താൽ മതി, കാരണം ഇഞ്ചി കൂടുതൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മസാല ടീക്കൊരു എരിവുണ്ടാകും. അപ്പം നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ചൊന്ന് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിലേക്ക് തേയിലപ്പൊടി ചേർക്കുന്നത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന തേയിലപ്പൊടി തന്നെ ചേർത്താൽ മതി. നമ്മൾ ഇതിനായിട്ട് പ്രത്യേകം തേയിലപ്പൊടി ഒന്നും എടുക്കണ്ട. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് വീട്ടിൽ എന്താണോ ഉപയോഗിക്കുന്നത് അത് തന്നെ എടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ സാധാരണ 3 ഗ്ലാസ് പാലിന് ഇടുന്ന രീതിയിലാണ് ഇവിടെ തേയിലപ്പൊടി എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമനുസരിച്ചുള്ള തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ കളറിനൊക്കെ അനുസരിച്ചുള്ള തേയിലപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുറച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഈ തിളയൊന്ന് പൊങ്ങി വരുന്നതിൻ്റെ രീതി നമ്മളൊന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങാം. അപ്പോൾ നമുക്കിന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം നന്നായിട്ട് തിളച്ചിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 2 കപ്പ് പാലാണ്. നമ്മൾ വെള്ളം എന്തേരം എടുക്കുന്നോ ഞാൻ അതിനനുസരിച്ചാണ് ഞാൻ പാലെടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ അതിനനുസരിച്ച് പാൽ നമുക്ക് ഇതിലേക്കും ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടി ചേർക്കുന്നത് നമ്മുടെ കടുപ്പത്തിനനുസരിച്ച് വേണം പൊടി ചേർക്കാൻ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് എനിക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് ഉണ്ടാക്കുന്നതിന് അനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ പഞ്ചസാര എന്തേലും ഉപയോഗിക്കുന്നോ അത്ര ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ രീതി പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പഞ്ചസാരയുടെ ചേർത്ത് നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി. അവനവൻ്റെ കടുപ്പത്തിനനുസരിച്ച് നമ്മൾ തേയിലപ്പൊടി ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് ഇവിടെ തിളച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്കോ ഒരു പാത്രത്തിലേക്കോ വല്ലതും നമുക്ക് ഈ ചായ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണയിലും വീട്ടിൽ ഈ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.